മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിലെ ദൗത്യം വീണ്ടും അനിശ്ചിതത്വത്തിൽ. പുഴയിലെ ഡൈവിംഗിനായി നേവിക്ക് ജില്ലാ ഭരണകൂടം ഇതുവരെ അനുമതി നൽകിയില്ല. നേവി സംഘം ഇതുവരെ ഷിരൂരിൽ എത്തിയില്ല. ഷിരൂരിൽ നിന്ന് അരുൺ പോപ്രമ്പ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്താണ് ഈ നേവിക്കുള്ള അനുമതി വൈകുന്നത് എന്ന് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടം എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കുമെന്ന് കരുതാമോ? നേവി ചില സൂചനകൾ നൽകുന്നുണ്ടല്ലോ, അതിനപ്പുറത്ത് എന്തുകൊണ്ടാണ് ദൗത്യം പുനരാരംഭിക്കാനുള്ള തടസ്സം എന്ന കാര്യത്തിൽ അവർ ഒന്നും വിട്ടുപറയാൻ തയ്യാറാകാതെ ഇരിക്കുകയാണോ? വേണു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് ഇതിനൊരു അന്തിമ തീരുമാനമുണ്ടായത്. അതായത് ഇന്ന് തിരച്ചിൽ പുനരാരംഭിക്കാമെന്നുള്ളത്. അതിന് മുന്നോടിയായി ഇവർ ഇന്നലെ നേവി സംഘം ഇന്നലെ വൈകിട്ട് ഈ പുഴയിൽ അടിയൊഴുക്ക് പരിശോധിച്ചിരുന്നു. അടിയൊഴുക്ക് അനുകൂലമാണെന്ന തരത്തിൽ ഇവർ യോഗത്തിൽ വെച്ച് നേവിയുടെ ഉദ്യോഗസ്ഥർ ആ വിവരം പങ്കുവെക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആദ്യ ഘട്ടത്തിൽ സോണാർ പരിശോധന, പിന്നീട് ഈ ഡൈവിംഗുമാണ് ഇതിൽ ആത്യന്തമായിട്ടുള്ള ലക്ഷ്യം. ഡൈവിംഗ് നടന്നാൽ മാത്രമേ ദൗത്യം പൂർത്തീകരിക്കാനാകൂ. പക്ഷേ ഡൈവിങ്ങിനുള്ള ഔദ്യോഗികമായി സ്റ്റേറ്റ് നൽകേണ്ട അനുമതി, അതായത് നിലവിലെ ഇവിടുത്തെ ഏകോപന അതോറിറ്റി എന്ന നിലയിൽ ജില്ലാ ഭരണകൂടം നൽകേണ്ട അനുമതി ഇതുവരെ നൽകിയിട്ടില്ല. പക്ഷേ ഇത് എന്താണ് ആ അനുമതി നൽകാൻ വൈകുന്നത് എന്ന കാര്യത്തിലാണ് വ്യക്തത കുറവുള്ളത്. ഈ ഡ്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിക്കാനുള്ള കാലതാമസമാണോ എന്ന കാര്യത്തിൽ അത് ജില്ലാ ഭരണകൂടം അതിലൊരു വ്യക്തത വരുത്തേണ്ടതാണ്. ഒരുപക്ഷെ മാധ്യമങ്ങളോട് പ്രതികരിച്ചെങ്കിൽ പോലും അർജുന്റെ ബന്ധുക്കൾ നിരന്തരമായി അവരെ ബന്ധപ്പെടുന്നു. പക്ഷേ അവരോട് പോലും പ്രതികരിക്കാൻ ജില്ലാ കളക്ടർ തയ്യാറായിട്ടില്ല. ഇപ്പോൾ എന്നോടൊപ്പം ലോറിയുടെ ഉടമ മനാഫ് കൂടി ചേരുകയാണ്. ഇതിപ്പോൾ ഒടുവിലായി ലഭിക്കുന്നത്. നിങ്ങൾ ആദ്യ ദിവസം മുതൽ ഇവിടെയുണ്ട്, എല്ലാ ഇതിൻ്റെ നടപടിക്രമങ്ങളും കണ്ടുവരികയാണ്. ഇപ്പോൾ ഒടുവിൽ വലിയ പ്രതീക്ഷയോടെയാണ് ഇന്ന് രാവിലെ നമ്മളിവിടെ എത്തിയത്. പക്ഷേ ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതി ലഭിച്ചിട്ടില്ല നേവിക്ക്. ഇന്നലെ ഒരു വൈകുന്നേരം വരെ ബാംഗ്ലൂരിൽ നിന്ന് വന്നുകൊണ്ടിരുന്നതിന് അറിവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വർ മലപ്പ അടക്കമുള്ള ആളുകൾക്ക് ഇറങ്ങി പരിശോധിക്കാമെന്നുള്ളതാണ്. അതായത് കർണാടക ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് എല്ലാ അനുമതിയുണ്ട്, എല്ലാത്തിനും സഹകരിക്കുന്നുണ്ട്. പക്ഷേ ഈ ജില്ലാ ഭരണകൂടം ഇന്നലെ വൈകുന്നേരം 7 മണിക്ക് കൂടിയ മീറ്റിങ്ങോട് കൂടിയിട്ടാണ് എന്താവുന്നത്, ഇതിൽ മാറ്റം വരുന്നത്. ഞാൻ ആദ്യ ദിവസം തന്നെ പറയുന്നുണ്ട്, അതായത് ആദ്യ ദിവസം തന്നെ ഒരു 6 ദിവസം മുമ്പേ ഇവിടുന്ന് ഞാൻ കളക്ടറെ കാണാൻ വേണ്ടി പോയ സമയത്ത് കളക്ടർ എന്നോട് പറഞ്ഞത് ഇതേ സെയിം സിറ്റുവേഷൻ ഇനി അന്നും ഒഴുക്കൊന്നുമില്ല, വെള്ളത്തിന് ഒഴുക്കില്ല, കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ്. ഞാൻ പറഞ്ഞു, മാഡം ഇപ്പോൾ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ്, ഒഴുക്കില്ല മാഡം, നമുക്ക് തെരച്ചിൽ തുടരാൻ അനുമതി ഹൈക്കോടതിൻ്റെ ഭാഗത്തുനിന്ന് അനുമതി ഉള്ളതാണ്, അപ്പോൾ നമുക്ക് തെരച്ചിൽ തുടരയില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ ഒഴുക്കില്ല എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് ഈ കൊണ്ടുപോവാ, എന്നാൽ അനുമതി തരാം. ഞാൻ പറഞ്ഞു, മാഡം നമ്മളെല്ലാവരും ഇതിൻ്റെ അനുമതി തരേണ്ട ആൾ നിങ്ങളല്ലേ. ഇത് അന്ന് മുതലേ ഇതിൽ എന്തൊക്കെ ഇന്നിപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ അനുമതി ഇതുവരെ നൽകാത്തത്? ഇപ്പോൾ ഡ്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിക്കാനുള്ള താമസമാണെങ്കിൽ അത് അർജുൻ്റെ ബന്ധുക്കളെങ്കിലും അറിയിക്കേണ്ടതല്ല, അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടതല്ല. അല്ല, ഡ്രഡ്ജിങ് വേണമെന്നുള്ളത് കളക്ടർ പറഞ്ഞതാണ്. പിന്നെ ഡ്രഡ്ജിങ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇതിന് പറ്റൂല എന്നുള്ള അവർ കൊടുത്ത റിപ്പോർട്ടാണെന്നാണ് പറയുന്നത്. ഡ്രഡ്ജിങ് ആവശ്യമാണ് ഇവിടെ. പക്ഷേ ഇന്ന് രാവിലെ നേവിക്കാർ ഫുൾ റെഡിയാണ്. രാവിലെ മുതൽ എല്ലാ സാധനവും റെഡിയാക്കിയിട്ട് അവർക്ക് അനുമതി കിട്ടാതെ കാർവാറിൽ റെഡിയായി നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ അനുമതി നൽകാത്തതെന്ന് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇല്ല, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതാണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെയിനായിട്ട് ഈ ഒരു കളക്ടർ, ഈ SP ഇങ്ങനെയുള്ള കുറച്ച് ആളുകളെ ഈ അന്വേഷണത്തിൽ നിന്ന് പാടെ മാറ്റിയിട്ട് പോയാലേ ഞങ്ങൾക്ക് ഇതിൽ പ്രതീക്ഷയുള്ളൂ, അല്ലാതെ ഇതിലൊരു പ്രതീക്ഷയില്ല. അത് തന്നെയാണ് ഇപ്പോൾ അർജുന്റെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ അരുൺ പോപ്രമാണ് ഷിരൂരിൽ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാം കണ്ട പ്രതികരണം ലോറി ഉടമ മനാഫിൻ്റെതാണ്. SP-യുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കളക്ടറുടെ ഭാഗത്തു നിന്നും നിഷേധാത്മക സമീപനമാണ്, അതുകൊണ്ടാണ് തിരച്ചിൽ തടസ്സപ്പെട്ടിരിക്കുന്നതെന്നാണ് മനാഫും പറയുന്നത്.